കേരളത്തിൽ ഇടവക തലത്തിൽ നെറ്റ് സീറോ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുമെന്ന് കത്തോലിക്ക സഭ. ഇടവകകളും സ്ഥാപനങ്ങളും രൂപതകളും കാർബൺ ന്യൂട്രൽ അഥവാ നെറ്റ് സീറോ ആയി മാറുകയെന്ന ലക്ഷ്യത്തോടെ പാലാരിവട്ടം POCയിൽ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയിലാണ് ഈ തീരുമാനം. പരിസ്ഥിതി പരിപോഷണത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ ധാർമ്മിക ബോധം വളർത്തി വരും തലമുറയ്ക്ക് വാസയോഗ്യമാക്കുകയെന്ന കാലഘട്ടത്തിന്റെ ആവശ്യം നിറവേറ്റുക എന്നതാണ് കാർബൺ ന്യൂട്രൽ ഇടവകകൾ എന്ന മുന്നേറ്റത്തിലൂടെ സഭ ലക്ഷ്യമിടുന്നതെന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്ത CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യാവകാശങ്ങൾ എന്ന പേരിൽ ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയ പോസ്റ്ററിൽ സുരക്ഷിത ഗർഭഛിദ്രം പ്രാപ്യത എന്നത് ഒഴിവാക്കണമെന്ന് പ്രോ ലൈഫ് അപ്പസലൈറ്റ്. സുരക്ഷിതവും ആത്മാഭിമാനത്തോടു കൂടിയതുമായ ഗർഭധാരണവും പ്രസവവും എന്നത് ആരോഗ്യ അവകാശങ്ങളായി പറഞ്ഞ ശേഷം മനുഷ്യജീവനെ നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്ന പരാമർശം ജീവനെ സ്നേഹിക്കാനും ആദരിക്കാനും സംരക്ഷിക്കാനുമുള്ള സന്ദേശം നൽകുന്നതല്ല എന്നും ഉദരത്തിലെ കുഞ്ഞിന്റെ ജീവന്റെ സംരക്ഷണം സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണെന്നും എക്സിക്യൂട്ടീവ് സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു. വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങളെ ഗർഭഛിദ്രം നടത്തുകയോ ദയാവധം ചെയ്യുകയോ അരുതെന്ന് ഫ്രാൻസിസ് പാപ്പ ഏപ്രിൽ 11 രാവിലെ നടത്തിയ 2 സംഭാഷണങ്ങളിൽ ജീവന്റെ സംരക്ഷണത്തിനും വൈകല്യമുള്ള ഗർഭസ്ഥ ശിശുക്കൾ ഉൾപ്പെടെ ഏറ്റവും ദുർബലരായവരുടെ സംരക്ഷണത്തിനുമായി ഫ്രാൻസിസ് പാപ്പ നടത്തിയ ആഹ്വാനത്തിലാണ് ഇപ്രകാരം പറഞ്ഞത്. മരണസംസ്കാരത്തോട് നോ എന്ന് പറയുവാൻ സാധിക്കണം. കൂടുതൽ വികസിത രാജ്യങ്ങളിൽ വൈകല്യമുള്ളവർ പാർശ്വവൽക്കരണത്തിന്റെ ഇരകളാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. സ്കോട്ട്ലൻഡിലെ ഡങ്കൽഡ് രൂപതയുടെ അധ്യക്ഷനായി മാർപ്പാപ്പ നിയമിച്ച നിയുക്ത ബിഷപ്പ് സ്ഥാനാരോഹണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വിടവാങ്ങി. ഏപ്രിൽ 27 പുതിയ ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെടാനിരിക്കെയാണ് ഫാദർ ഡോക്ടർ മാർട്ടിൻ ചേംബേഴ്സ് എന്ന നിയുക്ത മെത്രാന്റെ ആകസ്മിക വേർപാട്. 59 വയസ്സായിരുന്നു. തങ്ങളുടെ ബിഷപ്പായി തിരഞ്ഞെടുക്കപ്പെട്ട മാർട്ടിൻ ചേംബേഴ്സ് ഇന്നലെ രാത്രി വിടവാങ്ങിയത് വളരെ ഖേദത്തോടും സങ്കടത്തോടും കൂടിയാണ് അറിയിക്കുന്നതെന്ന് രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ കെവിൻ ഗോൾഡൻ എക്സ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായമെത്തിക്കുന്നതിൽ സന്നദ്ധ പ്രവർത്തകർ പാടുപെടുന്ന സാഹചര്യത്തിൽ ഗാസയിലെ അക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്ത് ഗ്ലോബൽ എയ്ഡ് ഓർഗനൈസേഷൻ കാത്തലിക് റിലീഫ് സർവീസസ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പുമാരുടെ ഔദ്യോഗിക അന്താരാഷ്ട്ര കത്തോലിക്ക ദുരിതാശ്വാസ വികസന ഏജൻസിയാണ് CRS.